السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സുന്ദരമായ ഏറെ ശ്രേഷ്ഠമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ പലരും അശ്രദ്ധമായി തീരുന്ന പവിത്രമാക്കപ്പെട്ട ഒരു മാസം, വിശ്വാസികളോട് ഏറെ ഗൗരവത്തിൽ ഏറെ ശ്രദ്ധയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കണമെന്ന് പറഞ്ഞ ഒരു മാസം. നമുക്കറിയാം, ദുൽഹിജ്ജ മാസത്തിൻ്റെ പകുതിയോളം, ദുൽഖഅദ മാസത്തിൻ്റെ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞു. പകുതിയിലേറെ നമ്മളിൽ നിന്ന് പോയി. പവിത്രമാക്കപ്പെട്ട മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിലാണ് വിശ്വാസികളോട് കണക്കാക്കാൻ പറഞ്ഞത്. ഈ ദുൽഖഅദ മാനത്ത് അമ്പിളി തെളിഞ്ഞത് മുതൽ ഇനിയുള്ള ഏകദേശം ഒരു 90ഓളം ദിവസങ്ങൾ നമ്മൾ പവിത്രമായ മാസത്തിൽ തന്നെയാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം അടുപ്പിച്ചു വരുന്ന 3 പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ, ആ കാലയളവിൽ അതിൻ്റെ രാവും അതിൻ്റെ പകലും എത്ര ശ്രദ്ധയിൽ, എത്ര സൂക്ഷ്മതയിൽ ഒരു വിശ്വാസി ജീവിക്കണമെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം അത്ര സഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ് ഈ മാസത്തിൻ്റെ പവിത്രതയെ സംബന്ധിച്ച്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കപ്പുറം ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ ഇരിപ്പിടങ്ങളിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്പസമയം ഒരു ക്ലാസ് കേൾക്കാൻ, ഖുർആൻ വായിക്കാൻ, അല്ലെങ്കിൽ ഖുർആനിക ആയത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഒരുമിച്ചിരുന്നെങ്കിൽ അന്ന് കിട്ടിയ കൂലിയല്ല ഈ മാസം മുതൽ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ഏതൊരു സൽപ്രവർത്തി ചെയ്താലും അല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത്. കാരണം പവിത്രമാക്കപ്പെട്ട മാസത്തിൽ ഒരാൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തി, ഒരാൾ ചെയ്യുന്ന ഹറാം, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന അനാവശ്യമായ കാര്യം മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ റബ്ബിൻ്റെ അരികിൽ ഗൗരവമേറിയതെന്നാണ് അള്ളാഹുവിൻ്റെ സംസാരം. പ്രഭു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അരികിൽ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ് എന്ന് പറഞ്ഞ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. പല പ്രസംഗങ്ങളിൽ, പല ലേഖനങ്ങളിൽ, അതിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ പല ആവർത്തി നമ്മൾ ഓതിപ്പോയതാണ് റബ്ബിൻ്റെ ആ വാക്ക്. 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്രമാണ്.
അള്ളാഹു പവിത്രമാക്കി തന്നതാണ് 4 എണ്ണം. അതേതാ നമുക്കറിയാം. ഈ പറഞ്ഞ ദുൽഖഅദ മുതൽ ദുൽഹിജ്ജ, അതേപോലെ ഇനി വരാൻ പോകുന്ന മുഹറൊക്കെ, ഈ വരുന്ന കാലയളവ് മുഴുവൻ ഏകദേശം ഒരു 90 ദിവസത്തോളം ശരിക്കും നമ്മൾ സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ ഒരു കൂടുതൽ ഗൗരവവും ഒക്കെ ഉണ്ടാവണം. കാരണം റബ്ബ് പറഞ്ഞു ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും. അല്ലാൻ്റെ വാക്കതാൻ ഫലാ തളിമു, നിങ്ങൾ അക്രമം കാണിക്കരുത്, ദ്രോഹം ചെയ്യരുത്. ആരോട്? വേറെ ആരോടല്ല, അംഫുസക്ക്, നിങ്ങളോട് ദ്രോഹം ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സ്വദേഹത്തോട്, സ്വന്തത്തോട് ഒരാൾ അക്രമം കാണിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഹറാമ് ചെയ്യലാണ്. അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ, റസൂല് വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മൾ തന്നെ നീണ്ടത് നമ്മളോട് കാണിക്കുന്ന ദ്രോഹമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തി. കാരണം ഈ 4 മാസങ്ങളിൽ മറ്റു മാസങ്ങളിൽ പാടുണ്ട് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥവും. ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും എന്ന് പറയുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ ഈ ഒരു മാസത്തിൽ വരണം. കാരണം ഇത് പവിത്രമാണ്. ഇതിനെ പവിത്രമാക്കി തന്നത് ആരാൻ? അള്ളാഹുവാൻ. ഈ ദിവസങ്ങളിൽ ഒരാൾ ചെയ്യുന്ന തിന്മ മറ്റു മാസങ്ങളിൽ ഒരാൾ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവമുണ്ടെന്ന് റബ്ബ് പറയുമ്പോൾ, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാളും, അല്ലേ, മറ്റു മാസങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അവിടെ ചർച്ച വന്നു, ഇത് റമദാനിനേക്കാളും ശ്രേഷ്ഠമാണോ എന്ന് ചില പണ്ഡിതന്മാർ ചോദിച്ചു. ചില പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കണത് ലൈലത്തുൽ ഖദറിനേക്കാളും ഉത്കൃഷ്ടമാണോ. ഇനി ഈ മാസങ്ങളിൽ തന്നെ, ഈ 4 മാസങ്ങളിൽ തന്നെ ഏറെ മഹത്വരമേറിയതാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെന്നും പറഞ്ഞു. അപ്പോൾ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, അഥവാ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ചിലതിനേക്കാൾ പവിത്രമേറിയതാണ് റമദാൻ മാസത്തിന് റമദാൻ മാസത്തിൻ്റെതായ വിശുദ്ധിയും ചൈതന്യവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ റമദാൻ മാസത്തിൽ തന്നെ അവസാനത്തെ 10 രാവുകൾ മറ്റുള്ള രാവുകൾ പോലെയല്ല എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തി. ഇനി ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളും പ്രത്യേകതയുണ്ട്. എന്നാൽ അതേപോലത്തെ ഒരു പ്രത്യേകത ഏതിനുമുണ്ട്? പവിത്രമാക്കപ്പെട്ട മാസങ്ങളുടെ ദിവസങ്ങൾക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കുക. അള്ളാഹു ആ ഒരു ബോധവും ആ ഒരു ചിന്തകളും ആലോചനകളും നമ്മുടെ മനസ്സുകളിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അത് ഒരു തഖ്വയുടെ അടയാളമാണ്. അങ്ങനെ ഒരു ജീവിക്കാൻ പറ്റുക എന്ന് പറയാം, അങ്ങനെ ഒരു റബ്ബിൻ്റെ വിധിവിലക്കുകളെ മാനിച്ചും അതിനെ മനസ്സിലാക്കിയും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചുമൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞത് ദാലിക മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ ഭക്തിയുടെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ മഹാസംഭവമായി ആരെങ്കിലും കണ്ടാൽ, ഇന്നഹാ മിൻ തഖ്വൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളിലുള്ള തഖ്വയുടെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, ആ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒരു പവിത്രമായ മാസം, അത് വലിയ സംഭവമാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മറ്റുള്ള ദിവസം പോലല്ല. അതാണ് ഭക്തി, അല്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് തഖ്വ. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ തഖ്വ എന്ന ബോധം ഉണ്ടാവണമെന്ന് റബ്ബ് പഠിപ്പിച്ച ഈ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ ആയത്താൻ. ഹജ്ജുമായി ബന്ധപ്പെട്ടല്ല, ഈ ശആഇർ റബ്ബിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നൊരു മാസം അത് ഹജ്ജു മാസമാണ്. ഈ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇതാ കയറി തുടങ്ങി. വിമാനങ്ങളിൽ, ഇനി അതല്ലെങ്കിൽ അവരുടെ യാത്രകളിൽ. നിങ്ങൾ വന്നോ, ആദ്യ സംഘം മക്കയിലെത്തിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഹജ്ജിനുള്ള ഈ വർഷം ഈ ഒഴിഞ്ഞു കിടന്ന, ഈ അല്പ ദിവസങ്ങൾ മുമ്പ് വരെ ഒഴിഞ്ഞു കിടന്ന, കാരണം പല റെസ്ട്രിക്ഷൻസിനും കൊണ്ടുവന്ന് ഹാജിമാർക്കും അത് അവിടെയുള്ള വിസിറ്റേഴ്സിനും അവിടെ കടന്നു വരുന്ന ഉംറക്ക് വരുന്ന ആളുകൾക്കൊക്കെ നിർത്തലാക്കിയല്ലോ. ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്ന ചിത്രം ഉണ്ടായിരുന്നു. കഅബയൊക്കെ ഇങ്ങനെ കഴുകി അതിൻ്റെ കിസ്വകളൊക്കെ മാറ്റി അവിടെ മുഴുവൻ വൃത്തിയാക്കി ഏറ്റവും നല്ല ഒഴിഞ്ഞു കിടക്കുന്ന മതാഫിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടവരാൻ. എന്തിനേറെ ഈ കിസ്വ മാറ്റിയപ്പോൾ ആ ചുമര് മുഴുവൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വലിയൊരു ആനന്ദമായി ലോകം ദർശിച്ചൊരു കാഴ്ച. ഇതുവരെ കറുപ്പ് പുതഞ്ഞ അതാ കണ്ടത്. പക്ഷേ ഒരു ഹജ്ജ് സീസണിൽ ഹാജിമാരെ സ്വീകരിക്കാൻ ആ നാടൊരുങ്ങാണ്, അള്ളാഹുവിൻ്റെ ബൈത്തൊരുങ്ങാണ്. വിശ്വാസി ലോകം മുഴുവൻ ഇനി അവിടെയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാർത്തകൾ, നമ്മുടെ ആലോചനകൾ ഒക്കെ അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളിലേക്കുള്ള വിശ്വാസികളുടെ യാത്രയാണ് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലൂടെ എന്ത് ചെയ്യുന്നത്, ആരംഭിച്ചു തുടങ്ങുന്നത്. ദുൽഖഅദ മുതൽ അതെന്ത് ചെയ്യുന്നു, ഓരോരുത്തരും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാൻ. ഇനി
നമ്മളിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങേണ്ട ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് ഹാജിമാർ ചെയ്യുന്ന ഒരു അമലുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനം. ഹാജിമാർ എന്ന് പറഞ്ഞാൽ അവിടെ അറഫയിലും മിനയിലും ഒക്കെ തമ്പടിച്ച് മുസ്ദലിഫയിലൊക്കെ രാത്രി കടന്നുറങ്ങി ഒരുപാട് അധ്വാനിച്ച് ശാരീരികമായ പ്രവർത്തനം ചെയ്യുന്ന ഹജ്ജിനെ സംബന്ധിച്ച് നമുക്കറിയാം. പക്ഷെ ഹാജിമാർ ചെയ്യുന്നൊരു അമലുണ്ട്, ഹജ്ജുൽ അക്ബർ, ഒരു വലിയ ഹജ്ജിൻ്റെ ദിവസം ചെയ്യുന്ന ഒരു അമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിന് പേര് വിളിച്ചു അൽ ഹജ്ജുൽ അക്ബർ, ഏറ്റവും വലിയ ഹജ്ജിൻ്റെ ദിവസം എന്നാണ്. അതേതാണ്? യൗമുൻ നഹർ എന്നതിന് വേറൊരു പേരുണ്ട്, ദുൽഹിജ്ജ 10, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കൽ എന്നാണ്. അന്ന് ഹാജിമാർ ചെയ്യലെന്നാണ്. അന്ന് കുറേ ഉണ്ട്, ഹജ്ജിൻ്റെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ഒരു ദിവസത്തിൽ നടക്കുന്നത് എന്നാണ്. അന്ന് ഹാജിമാർ എന്ത് ചെയ്യും? മിനയിലേക്ക് വരും, അല്ലെ, മിനയിലേക്ക് വന്നിട്ട് ജംറയിലെ കല്ലെറിയും, ജംറത്തുൽ അഖബയിൽ കല്ലെറിയും. അത് കഴിഞ്ഞ് തവാഫുൽ ഇഫാള ചെയ്യാം, അല്ലെ, സഅയ് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും മിനയിൽ വരാം. മിനയിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? അറവാൻ, ബലി ഇറക്കാൻ. ബലിയല്ല, അവിടെ ഇറക്കുന്നത് ഹദിയാൻ. ഹാജിമാർ ഇറക്കുന്നതിൻ്റെ ആ ഒരു ഇതിനാണ് ഹദി ഇറക്കുക. ഹദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ പേര്. അഥവാ ഒരു തമത്തു ആയി ഹജ്ജ് ചെയ്യുന്ന ഒരാൾ, മുത്തമത്തി ആയി ഉംറയും ഹജ്ജും ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം? ആ ഹജ്ജിൻ്റെ അവസാനത്തിൽ അറക്കണം, അല്ലെ, അറവ് നടത്തണം. ആ അറവിന് വേണ്ടി കൊണ്ടുപോകുന്ന ഉരുവ്, ആ ബൈത്തിങ്കലിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന ഉരുവിനാണ് ഹദി എന്ന് പറയാ. ഫമസ്തൈസറ മിനൽ ഹദി, റബ്ബ് പറയുന്നു, ആരെങ്കിലും വമൻ തമത്തു ആയി ഹജ്ജ് ചെയ്താൽ, ഉംറയും ഹജ്ജും ഉദ്ദേശിച്ച് ആ യാത്രയിൽ തന്നെ ഉംറയും ഹജ്ജും ചെയ്താൽ അയാൾ എന്ത് ചെയ്യണം? ഹദി അറക്കണമെന്ന് പറഞ്ഞു. അതിന് ഹദി അറക്കണം, അതിന് ഉദൂഹിയ്യത്ത് അറക്കാന്ന് പറയില്ല. ഉദൂഹിയ്യത്ത് അറക്കലാരാൻ? പെരുന്നാൾ ദിവസത്തിൽ മറ്റു ലോകത്തെമ്പാടുമുള്ള അഥവാ ഹാജിമാരല്ലാത്ത ആൾ ചെയ്യുന്ന കർമ്മമാണ് ഉലൂഹിയ്യത്ത്. ഉലൂഹിയ്യത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മലയാളത്തിൽ ഉദൂഹിയ്യത്ത് നെയ്തനാണ്, ഉലൂഹിയ്യത്ത് നെയ്തനാണ്, അല്ലേ? പേര് ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹ എന്ന് പറയും. ബലി പെരുന്നാൾ എന്നാണ് നമ്മളതിന് പറയാം. ബലി പെരുന്നാൾ, ചിലപ്പോൾ വലിയ പെരുന്നാൾ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കേട്ട് ശരി. കാരണം ബലി എന്നുള്ളതിനെ പലപ്പോഴും കേട്ട് വന്നപ്പോൾ വലിയ പെരുന്നാൾ, മറ്റത് ചെറിയ പെരുന്നാളായി. ശരിക്കും ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ്. എന്നാൽ ബലി പെരുന്നാൾ എന്നാണ് നമ്മൾ അതിനെ ശീലിച്ചു വരും. ബലി ഇറക്കുക. ഉലൂഹിയ്യത്ത് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. ലഹ, റസൂലുള്ളാഹ് ഉലൂഹിയ്യത്ത് അർത്തു. ഉലൂഹിയ്യത്ത് എന്ന ആ വാക്ക് വരാനുള്ള കാരണം ലുഹ എന്ന വാക്കിൽ നിന്ന്, ലുഹ എന്ന പദം, ലുഹ എന്ന് പറഞ്ഞ പദം നമുക്കറിയാം. ലുഹ നിസ്കാരം, ലാപ്ലസ്കരിക്കുക ഏറ്റവും ശ്രേഷ്ഠം. ലുഹ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഷുറൂക്ക് കഴിഞ്ഞ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം, സൂര്യൻ ഒരു കുന്തത്തിൻ്റെ അത്ര അങ്ങോട്ട് ഉയർന്നതിന് ശേഷം, ഉദിച്ച ഉടനല്ല, ഉദിച്ച് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? സൂര്യൻ ഇങ്ങനെ പൊന്തി വന്ന് ഒരു കുന്തത്തിൻ്റെ അത്ര അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലുഹ നമസ്കരിക്കാം, 2 റക്അത്ത് നമസ്കരിക്കാം. ഏതുവരെ നിസ്കരിക്കാം? ലുഹറിൻ്റെ അല്ലെ, സൂര്യൻ മധ്യത്തിൽ എത്തുന്നത് വരെ. സൂര്യൻ മധ്യത്തിലെത്തിയാൽ ഒരു നിസ്കാരമില്ല, മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ലുഹറിന് സമയമായി. അപ്പോൾ മധ്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സമയത്തിൽ ഒരാൾക്ക് ലുഹ നമസ്കരിക്കാം. പക്ഷെ ലുഹയുടെ ഏറ്റവും അഫ്ളലായ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹീന തർഫദുൽ ഫിസാൽ, അതായത് ചൂടൊക്കെ ഇങ്ങനെ കൊണ്ട് ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ ഞെരുങ്ങി മറങ്ങുന്ന, ഏകദേശം ഒരു ചൂട് ഇങ്ങനെ ഭൂമിയിൽ വന്ന് പ്രതലത്തിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം, അഥവാ ഒരു 9 മണി 10 മണിയൊക്കെ ആകുന്ന സമയം എന്ന് ചില പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. ചിലപ്പോൾ അതിനേക്കാൾ മുന്നേ ചൂട് വരാൻ തുടങ്ങും, ചില ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ചൂടും. അങ്ങനെ ഒരു ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് നിർവഹിക്കും. ലുഹാ സമയം എന്ന് പറഞ്ഞാൽ ഉദയം കഴിഞ്ഞ് ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ ഉള്ള സമയമാണെന്ത്? നമ്മൾ പെരുന്നാൾ സ്കരിക്കൽ അപ്പോഴല്ലേ? ഫജ്റസ്കാരം കഴിഞ്ഞു, ഉദയവും കഴിഞ്ഞ് സൂര്യൻ ഒരു കുന്തത്തിൻ്റെ അത്രത്തിന് ശേഷം പെരുന്നാൾ നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഹദീസിൽ കാണാം, അല്ലെ, റസൂലുള്ളാഹി ഖതബന, ഞങ്ങളോട് ഖുതുബ പറഞ്ഞു. ഈദുൽ അദ്ഹയിൽ ഒരു പെരുന്നാൾ നമസ്കാരത്തും കഴിഞ്ഞ് റസൂലുള്ളാഹി ഖുതുബ പറഞ്ഞു. ഖുതുബ കഴിഞ്ഞ് റസൂലുള്ളാഹി ആദ്യം ചെയ്തെന്ന് എന്താണ്? ഞങ്ങളെയും കൊണ്ടുപോയി റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഉലൂഹിയ്യത്ത് അറുത്തു എന്നാണ്. ഒരു ലുഹാ സമയമാകുമ്പോൾ അറക്കണതിനാണ് അൽ ഉലൂഹിയ്യ. ഒരു പൂർവാഹന സമയത്ത് ഒരാൾ അറുക്കുന്ന ആ അറവ് പെരുന്നാൾ ദിവസം അറക്കുമ്പോൾ അതിൻ്റെ പേരെന്തായി? ഉലൂഹിയ്യ. എന്നാൽ പെരുന്നാളല്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മളെ കുട്ടികളുണ്ടായാൽ, അല്ലേ, അഖീഖ അറക്കാന്ന് പറയും. അഖീഖ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഇന്നിപ്പോൾ ഈ പേരിനെ മുഴുവൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. അഖീഖ ശരിക്കും അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചു എന്നാണ്. മുടി മുറിക്കണേനാണ് ചെറുക്കട. മുടി അങ്ങോട്ട് കളയുമ്പോൾ അറക്കുന്ന അറവിനാണെന്ന് പറയാ അഖീഖത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ 3 പറഞ്ഞു. ഹദിയ പഠിച്ചു, ഉലൂഹിയ്യ പഠിച്ചു, അഖീഖ പറഞ്ഞു. എന്നാൽ ഹാജിമാർ ആ ദിവസം ചെയ്യുന്ന ഒരു അമല് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അതെന്താണ്? അത് ഉലൂഹിയ്യത്താൻ. നമുക്ക് സഅയ് ചെയ്യാൻ പറ്റൂല,
തവാഫ് ചെയ്യാനല്ല. നമുക്ക് മിനയിലോ അതുപോലെ തന്നെ അറഫയിലോ നിൽക്കാൻ കഴിയൂല, താമസിക്കാൻ കഴിയൂല, മുസ്ദലിഫയിൽ കടന്നുറക്കാനില്ല. പക്ഷേ ലബ്ബൈക വിളിക്കാനും നമുക്ക് ഇവിടെ എന്തില്ല, റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു ഹാജിയുടെ അമലാണ് ആ ഒരു ദിവസം അറവ് എന്നുള്ളത്. നമുക്ക് ജംറ കല്ലെറിയാനും ഇവിടെ പോയിട്ട് എവിടെയും കല്ലെടുത്തെറിയാനും ഇല്ല, അന്നുള്ള ഒരു അമലെന്ന്. അത് ഹജ്ജുൽ അക്ബറിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ, അല്ലേ? വൽ ഫജർ വലയാലിൻ അശർ എന്ന് ചില പണ്ഡിതന്മാർ ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു അതിലെ അശർ ഏതാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ. അത് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിന് അതിനോടൊപ്പം ചേർത്ത് വായിച്ചു. അല്ല റസൂലെ, അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പോയി, എന്നിട്ട് അയാൾ ആ ജിഹാദിന് പോയ മനുഷ്യനേക്കാളും ആ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ ദുൽഹിജ്ജ മാസത്തിലെ ഒരു ചെറിയ അമൽ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്. റസൂലുള്ളാഹി പറഞ്ഞു അതെ. പക്ഷെ ഒരാൾ ജിഹാദിന് പോയിട്ട് അയാളെ സ്വത്തും ശരീരം ഒന്നും ബാക്കിയില്ലാതെയാണ് അയാൾ തിരിച്ചിരുന്നുണ്ടെങ്കിൽ അയാളുടെ അത്ര ഷഹീദിൻ്റെ കൂലില്ല. പക്ഷേ ഒരു മുജാഹിദിൻ്റെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയ ഒരു പോരാളിയുടെ പ്രതിഫലത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ത്? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ അമലുകൾക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ആ 10 ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നു. ആ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസം ഏതാ? ചില ആൾക്കാർ പറഞ്ഞു യൗമു അറഫയാണ്, കാരണം അറഫയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അറഫയല്ല, അത് യൗമുൻ നഹ്റാൻ, ദുൽഹിജ്ജ 10. കാരണം അതിനെ റസൂലുള്ള വിളിച്ചത് അൽ ഹജ്ജുൽ അക്ബർ, ഏറ്റവും അല്ലേ, അറഫയില്ലാതെ ഹജ്ജില്ല, അല്ലെ? അൽ ഹജ്ജു അറഫ, അറഫയിൽ നിൽക്കാത്തവന് എന്തില്ല, ഹജ്ജില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അഫ്ളലായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണെന്ന് റസൂലുള്ള പറഞ്ഞു. എന്നാൽ അള്ളാഹിന്റെ റസൂല് പറയാണ് ഈ 10 ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു ദിവസം എന്ന് പറയും യൗമുൻ നഹർ, അറവിന്റെ ദിവസമാണ്. കാരണം അത് യൗമുൽ ഹജ്ജിൽ അക്ബർ, അത് വലിയ ഹജ്ജിൻ്റെത്. വലിയ ഹജ്ജ് എന്ന ഹജ്ജിന്റെ കുറേ കർമ്മങ്ങൾ ഒറ്റ ദിവസത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നത് ആ ഒരു ദിവസത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനയിൽ വരും, എന്ത് ചെയ്യും, മിനയിൽ വരും, ജംറയിൽ കല്ലെറിയും, ജംറയിലെ കല്ലെറി കഴിഞ്ഞ് തവാഫുൽ ഇഫാദ നിർവഹിക്കും, അത് കഴിഞ്ഞ് മുടി മുറിക്കും, അത് കഴിഞ്ഞ് അറവ് നടത്തും, എന്നിട്ട് മുടി മുറിക്കും, അല്ലേ? എന്നിട്ട് മിനയിൽ വന്ന് താമസിക്കും. എന്തെല്ലാം കർമ്മങ്ങൾ ആ ഒറ്റ ദിവസം. ബാക്കിയുള്ളതിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ കർമ്മങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ അത് മഹത്തരമേറിയ ദിവസമാണെങ്കിൽ നമ്മളെ അതിലേക്ക് പ്രചോദിപ്പിക്കുന്ന, നമ്മളെ അതിലേക്ക് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സംസാരവും വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വർത്തമാനവും നമുക്ക് കാണാൻ കഴിയും. ഏത് നിർവഹിക്കാൻ? ബലി നിർവഹിക്കാൻ. നിങ്ങൾ ആലോചിച്ച്, കുറേ ആൾക്കാർക്ക് ബലി നിർവഹിക്കാൻ അവസരമുണ്ടായിട്ടും എന്ത് ചെയ്യുന്നില്ല എന്നറിയോ? അവർ വേണ്ട വിധം അതിനെ നിർവഹിക്കുന്നില്ല. മുസ്ലിം ലോകത്ത് ഒരുപാട് ആളുകളെ കാണാം, ഒരുപാട് ആളുകൾ സമ്പത്തുണ്ട്, നിർവഹിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ചില ആളുകളുടെ ഒരു പിശുക്ക് ഈ ഒരു വിഷയത്തിൽ കാണാൻ കഴിയുന്നത് വെച്ചാൽ സമ്പത്തുള്ളവൻ പോലും 7 ഓഹരിയിൽ 1 ഓഹരി എടുക്കണത്. അയാൾക്ക് ചിലപ്പോൾ 2 എണ്ണം ഇറക്കാം, ഒരു 2 ഉരുവിനെ വാങ്ങി ഇറക്കാനുള്ള മുതലുണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്യില്ലെന്ന് അറിയാം, ഓഹരി എടുക്കുക. കാരണം ഓഹരി ഉണ്ടല്ലോ, അനുവദനീയമാണല്ലോ, ഓഹരി എടുത്താൽ മതിയല്ലോ എന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഈ ഉലൂഹിയത്ത് നിർബന്ധമാണോ നിർബന്ധമല്ലേ എന്നുള്ള തർക്കമുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ അഥവാ മദ്ഹബി വീക്ഷണ പ്രകാരം തന്നെ ഹനഫി മദ്ഹബായാലും മാലിക്കി മദ്ഹബായാലും മറ്റു മദ്ഹബി വീക്ഷണങ്ങളിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് വാജിബാൻ, നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവർ തെളിവ് പിടിച്ചത് എന്താണെന്നറിയാം? ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി നീ നമസ്കരിക്ക് നിന്റെ റബ്ബിനു വേണ്ടി, വൻഹർ നീ ബലി അറുക്ക് എന്ന് പറഞ്ഞു. അറവ് നടത്ത് അവിടെ റബ്ബിന്റെ കൽപ്പനയാണ്. അപ്പോൾ ലാഹിരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതെന്താണ്? അൽ അംറു ലിൽ വുജൂബ്, അത് നിർബന്ധ സ്വരമാണ് എന്നാണ് അവരുടെ വാദം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? അത് നിർബന്ധമല്ല, എന്നാൽ അത് സുന്നത്തുൻ മുഅക്കദ, വളരെ പ്രബലമായ ഒരു പ്രവാചക ചര്യയാണ്. ഇനി ഒരാൾക്ക് സമ്പത്തുണ്ട്, മൻ കാന ലഹു സഅതുൻ ഫീ മാലിഹി, സമ്പത്തുണ്ട്, അതിൽ വിശാലതയുണ്ട്, പക്ഷെ ഫലം യുളഹി, അവൻ എന്ത് ചെയ്യുന്നില്ല, ഉലൂഹിയത്ത് നിർവഹിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഫലാ യഖറബന്ന മുസല്ലാന, അവൻ ഞങ്ങളെ ഏത് മുസല്ലക്ക് എന്ത് ചെയ്യണ്ട, വരണ്ട.
പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ദുർബലമായ റിവായത്താണെന്ന് പറഞ്ഞു. ഇമാം അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഹസനാൻ എന്ന് പറഞ്ഞു. ഏതായാലും ഇനി ആ ഹദീസ് സ്വഹീഹ് ആയാലും ആ ഹദീസ് ഹസന, ഇനി ആ ഹദീസ് ദുർബലമാണെന്നിരിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, സമ്പത്ത് ഉണ്ടായിട്ട് ഒരാള് എല്ലാവിധ സാഹചര്യം ഉണ്ടായിട്ട് ഉളുഹിയ്യത്ത് അറക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം നബിന്റെ ഓർമ്മയും പറഞ്ഞിട്ട് നമുക്ക് ആ പെരുന്നാൾ ആഘോഷിക്കാനാവുക? ജീവിതത്തിലെ എല്ലാം ഞാൻ അള്ളാഹുവിന് ബലി കഴിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ശരിക്കെന്ത് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഞാൻ എന്തും എല്ലാം ഞാൻ അള്ളാഹുവിന് ബലി അർപ്പിക്കാൻ. ഇബ്രാഹിം നബി ആ ഒരു ചരിത്രം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ റബ്ബ് ആ ഒരു ചരിത്രം എടുത്ത് പറയുന്നതോർത്ത് എന്താണ് ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ചരിത്രമൊക്കെ എടുത്ത് പറഞ്ഞിട്ട് പറയണേ, ബാപ്പാനോട് അത്രക്കും സ്നേഹം ഉണ്ടായിരുന്നു ആർക്ക്? മോനക്ക്. ബാപ്പാനോട് ഇത്രമേൽ സ്നേഹമുള്ള ഒരു മകൻ ചിലപ്പോൾ ലോകത്തുണ്ടാവില്ല. കാരണം വാർദ്ധക്യത്തിലാണ്, വാപ്പാക്ക് പ്രായത്തിൻ്റെ ബലഹീനത ഉണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ആ വയോധികനായ പിതാവിൻ്റെ കൈയും പിടിച്ച് മിനയിലും ആ മുസ്ദലിഫയിലും ഓടി നടക്കുന്ന ഇസ്മായിലിൻ്റെ ചിത്രം നമ്മുടെ കണ്ണിൽ തെളിയണം. 13 വയസ്സാകുമ്പോഴാണ് അല്ലേ ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച് കിട്ടിയ മോനെ 13 വയസ്സായപ്പോൾ അതൊരു ആൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ വൈകാരികത കൂടെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു മോനെ എന്നെ അറുക്കണം ഞാൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ റബ്ബ് പറയൻ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബി 37-ാം അധ്യായം 100-ാമത്തെ ആയത്ത്. ഇബ്രാഹിം നബിൻ്റെ ആ അവസാന സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ മനപ്പാടാക്കിയതാണ്. റബ്ബി, എൻ്റെ റബ്ബേ, ഹബ്, നീ എനിക്ക് ഹിബയായി നൽകണം. എന്താ ഹിബ? സമ്മാനം. നിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നീ എനിക്ക് ആരെ തരണം? സ്വാലിഹായൊരു മോനെ തരണം എന്ന് പറഞ്ഞു. അവസാന സമയത്തുള്ള പ്രാർത്ഥനയാണ്. ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ്, കുറേ കാലം കഴിഞ്ഞിട്ടേക്കാരം ചിലപ്പോൾ എന്താണെന്നറിയാം, നമ്മൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരമില്ല. ഇബ്രാഹിം നബിൻ്റെ ജീവിതത്തിലെ പല പ്രാർത്ഥനകളും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, നടന്നത്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. ഇബ്രാഹിം നബിൻ്റെ ഒരു പ്രാർത്ഥനയാണ് റബ്ബന വബഅത്ത് ഫീഹിം റസൂല, അല്ലേ? റബ്ബേ, എൻ്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ നിയോഗിക്കണേ. യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ, എൻ്റെ പരമ്പരയിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണം. നിൻ്റെ വേദമോതി കൊടുക്കുന്ന, നിൻ്റെ ഏറ്റവും നല്ല ഹിക്മത്തിനെ പഠിപ്പിക്കുന്ന, ജനങ്ങളെ സംസ്കരിക്കുന്ന ഒരു ദൂതനെ. പിന്നെപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചതപ്പോഴാ? കാലങ്ങൾക്ക് മുന്നേ ഇബ്രാഹിം എൻ്റെ മക്കളിൽ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും ഓരോ സമയം കൃത്യമായി നിശ്ചയിച്ചു, അള്ളാഹു നിർണയിച്ചു. റബ്ബിൻ്റെ ഖദറാൻ, അല്ലേ? അള്ളാഹുവിൻ്റെ നിർണയമാണ്, റബ്ബിൻ്റെ തീരുമാനമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മകൻ്റെ വിഷയത്തിലും അതാണ്. കുറേ കാലം പ്രാർത്ഥിച്ചിരുന്നത് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പക്ഷെ അവസാനം കിട്ടിയത് ആ വാർദ്ധക്യത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലുമാണ്. അല്ലേ? ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രകൾ, അതും കാൽനടയായി. വീണ്ടും തിരിച്ച് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള കാൽനടയായ യാത്രകൾ, ഈജിപ്തിലേക്കുള്ള യാത്രകൾ. അങ്ങ് നടന്നു തീർത്തത് കിലോമീറ്ററുകളായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു ഹാജി അവിടെ നിന്ന് മിനയിലേക്ക് കഅബൻ്റെ അടുത്ത് നിന്ന് നടക്കുമ്പോൾ ഇതെന്ത് ദൂരം, 5.5 കിലോമീറ്ററൊക്കെ എത്രയാണ് എന്ന് തോന്നിപ്പോകും. കഅബയിൽ നിന്ന് അറഫയിലേക്ക് 7-8 കിലോമീറ്ററുകൾ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ അള്ളാഹു ത്യാഗസ്മരണകളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കുമെന്നുള്ള ഒരു ചിന്തയിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് അള്ളാഹു വിശ്വാസികളെ കൊണ്ടുവരാൻ റബ്ബ് പറയാൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അങ്ങനത്തെ ഒരു മോനൊക്കെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മോന് നല്ല ഗുലാമിൻ ഹലീം. എന്താ ഹലീം? അലീം എന്ന് പറഞ്ഞ വാക്കാണ് നമുക്കറിയാം, നന്നായി അറിയുന്ന. ഇത് ഹലീമാണ്, ഹിൽമുള്ളവൻ, സഹിഷ്ണുതയുള്ളവൻ, നല്ല വിവേകിയായ, സാമർഥ്യമുള്ളൊരു മോനെന്നറിയില്ലേ. ചിലപ്പോൾ ഒരു ഉറങ്ങി തൂങ്ങിയ ഏത് കുട്ടികളായാലും വാപ്പൊരിക്കലും ചെയ്യില്ല, അറക്കാന്നില്ല. പക്ഷെ കുറച്ചും കൂടി ചുരുങ്ങൾ ആലോചിക്കും. ചില ബാപ്പാര് പറയലുണ്ട്, മരിച്ചുപോയ കുട്ടികൾ, ചിലപ്പോൾ മരണപ്പെട്ട നല്ല ചിരിങ്കളിയുള്ള കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ സഹിക്കൂല. അതിൻ്റെ ചിരിങ്കളി ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇബ്രാഹിം നബിക്ക് ഇസ്മായിലിനെ അള്ളാഹു പരിചയപ്പെടുത്തി ഗുലാമിൻ ഹലീം.
അതിസമർത്ഥനായ വിവേകിയായ ഒരു സഹിഷ്ണുതയുള്ള ഒരു മോനാണ്, നല്ല മോനാണ്. പ്രായപൂർത്തിയെത്തി ചില പണ്ഡിതന്മാർ ഹുൽമ് എന്നുള്ള അർത്ഥത്തിലാണ് വിശദീകരിച്ചെന്ന് പറയാം. 10, 12, 13 ഒരു ബോധമൊക്കെ എത്തിയ ഒരു പ്രായമുള്ള ഒരു ആൺകുട്ടീനെ അള്ളാഹു അല്ലേ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഇവിടെ അങ്ങനത്തെ നല്ലൊരു മോൻ ഉണ്ടാവുമെന്ന് എന്ത് ചെയ്യാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചു. നല്ലൊരു മോന് കുഞ്ഞു മകനുണ്ടായത് നമുക്കറിയാം. കാലിട്ടടിച്ചതും ഇസ്മായിലിൻ്റെ ജനനവും ഒക്കെ ചരിത്രത്തിൽ ഒരുപാട് റബ്ബ് പറഞ്ഞു പോയതാണ്. നമ്മൾ ആ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോണില്ല. ഫലമ്മ ബലഗ മഅഹു അല്ലേ, ഫലമ്മ ബലഗ മഅഹു സഈ, വാപ്പയോടൊപ്പം സഈ തുടങ്ങിയപ്പോൾ, എന്താ സഈ നടക്കാൻ തുടങ്ങിയപ്പോൾ, നടന്ന് ഈ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് അർക്കാനായി എന്നൊക്കെ പറഞ്ഞ പോലെ അർക്കാൻ വേണ്ടി നിൽക്കണ രംഗമാണ്. ആ സമയത്ത് നടന്നിങ്ങനെ പോണ രംഗങ്ങളൊക്കെ ചില തഫ്സീറുകൾ ഇങ്ങനെ വായിക്കണം. ഇതിൻ്റെ അരികിലൂടെ ഏത് മിനയിലെ താഴ്വാരയിലൂടെ അവർ നടന്നു പോയതും മുസ്ദലിഫയുടെ കുന്നുകൾ അവർ നടന്നു കയറിയതും ഒക്കെ പറയുമ്പോഴാണ് ആ ഒരു ചരിത്രത്തിൻ്റെ വിശാലത നമുക്ക് മനസ്സിലായി. മോനോട് പറയാൻ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക്. നടന്നു തുടങ്ങിയപ്പോൾ ഒപ്പം നടന്ന മോനോട് പറയാൻ ഈ നടന്ന ഈ ഇടത്തിൽ വെച്ച് നിന്നെ അറുക്കുവാൻ ഞാൻ സ്വപ്നം കണ്ടു പൊന്നു മോനെ എന്ന് പറഞ്ഞപ്പോൾ ഫൻദുർ മാദാ തറ, എന്താ എൻ്റെ അഭിപ്രായം, നീ നിൻ്റെ അഭിപ്രായം അറിയിക്കണം എന്നാണ്. വാപ്പ റെഡിയാണ്, കാരണം അള്ളാഹിൻ്റെ കൽപ്പനയാണ്. മോഹൻ അല്ലേ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും കൊടുക്കാൻ റെഡിയാ. അതിൻ്റെ മോനായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാഠം, ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ്. അള്ളാഹുവിന് വേണ്ടി എന്തും കൊടുക്കാൻ ഞാൻ റെഡി. എൻ്റെ സമ്പത്തോടെ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ 2 അല്ല 3 ഉരുവിനെ അറക്കാൻ എനിക്ക് എൻ്റെ പൈസ എന്താണ്, ഒന്നുമല്ല. ഈ ഒരു മൃഗം എന്ന് പറയുന്നത് അതൊരു പ്രതീകാത്മകമാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ അധ്വാനം അള്ളാഹ്ക്ക് കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് മനസ്സിനെ റബ്ബ് പാകപ്പെടുത്തണ ആയത്തില് മോനെ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ മോനോട് ചോദിച്ചു, എന്താ മോനെ നിന്റെ തീരുമാനം? ഖാല യാ ബത്തി, എൻ്റെ ഉപ്പ, ഇഫ് അൽ മത് ഉമർ. അവിടെ നേരെ തിരിച്ചു അതിൽ വായിക്കാം, അള്ളാഹുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ റെഡിയാണ്. അള്ളാഹിൻ്റെ വാക്കാണ്, അള്ളാഹ് പറഞ്ഞതാണ്. കാരണം ഇബ്രാഹിം അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ റബ്ബിൻ്റെ കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ, കാരണം മോനെ വളർത്തിയത് ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല മില്ലത്തി ഇബ്രാഹിമ ഹനീഫം ഹനീഫിയായ ദീനുണ്ടല്ലോ. നമുക്ക് ദീനല്ല, നമ്മളൊക്കെ മനസ്സിൽ ദുനിയാവ് കയറുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതുപോലത്തെ ചില സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ ദീനിലാണ് മകനെ വളർത്തിയത്. റബ്ബിന് വേണ്ടി ഞാൻ കൊടുക്കാൻ, എൻ്റെ ജീവൻ കൊടുക്കാൻ റെഡിയാണ് വാപ്പാ എന്നെന്ത് ചെയ്തു, നിങ്ങൾ അർത്ഥോ എന്ന് പറയുന്ന ആ വാക്കാൻ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാലുക്കളിൽ വാപ്പ അങ്ങക്ക് എന്നെ കാണാം. ക്ഷമയുള്ളവരിൽ എന്ന് പറയുമ്പോൾ അല്ലേ, അത് എൻ്റെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്തത് റബ്ബിന് വേണ്ടി കൊടുത്തുകൊണ്ട് ഇനി ഞാൻ പാപ്പരാവുകയാണെങ്കിലും ക്ഷമിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്ത് നോക്കി ഇസ്മായിൽ പറയുന്ന വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ആധാരം എന്നെന്ത് ചെയ്യണം, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളാരും ചെയ്യണില്ല എന്നല്ല, ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിക്ക്, ഒരു ഉളുഹിയ്യത്തിന് സമയമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെസ്സേജ് വരുമ്പോൾ എത്രയാണ് എന്ന് വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഫോണിലേക്കൊക്കെ പലരും വിളിച്ചു ചോദിക്കുന്നത് കാണാം. നമ്മളെ നാടുകളിൽ തന്നെ അല്ലേ, പല സംഘടനകളുടെ കീഴിൽ ഒരുപാട് വിപുലമായിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇന്ന് ഇത്തരം സംരംഭങ്ങൾ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോരാറുണ്ട്. പക്ഷെ എന്നാലും ചില വിഭാഗം ആളുകൾ അതിൽ ഇപ്പോഴും അലസത കാണിക്കുന്നുണ്ട്, അലംഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള മടിയും അലസതയും കടന്നു വരാതെ റബ്ബിലേക്ക് അടുക്കുന്നവർ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റബ്ബ് പറയാൻ ഫലമ്മ അസ്ലമ, അങ്ങനെ 2 പേരും മുസ്ലിങ്ങളായി. അതാണ് നമ്മളെ ജീവിതത്തിലുള്ള പാടാതാണ്. 2 പേരും മുസ്ലിങ്ങൾ കീഴൊതുങ്ങി. കാരണം മോനെ കൊടുക്കാൻ റെഡിയായി, ജീവൻ കൊടുക്കാൻ മറ്റവനും റെഡിയായി. റളിയല്ലാഹു അൻഹും അലൈഹിം അസ്സലാം, അള്ളാഹിൻ്റെ സലാം അവരുടെ മേലുണ്ടാവട്ടെ. അങ്ങനെ 2 പേരും റെഡിയായി. വതല്ലഹുൽ ജബീൻ, ആ നെറ്റിത്തടം ഒരു പാറയിൽ കൊണ്ടുപോയി വെക്കുന്ന രംഗം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ മകൻ ആ സമയത്ത് وناديناه يا إبراهيم وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. ആദ്യ ആയത്തിലെ തന്നെ 105-ാമത്തെ ആയത്ത്
സ്വപ്നം നീ സാക്ഷാത്കരിച്ചു. അല്ല, അവിടെ കിടത്തുന്നത് വരെയാണ് ശരിക്ക് സ്വപ്നമായി കണ്ടിരുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു. ചില മുഫസ്സിറുകൾ പറഞ്ഞു അറുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ആ വിധിയെ അള്ളാഹു നസ്ഖ് ചെയ്തു. നാസിഖ് മൻസൂഖ്. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില വിധി ഇങ്ങനെ അവതരിപ്പിച്ച് പിന്നെ ആ വിധി എന്ത് ചെയ്യും? റബ്ബ് തീർച്ചയായും അതിനൊരു തെളിവായിട്ട് ഈ സംഭവത്തെ എടുത്തുദ്ധരിക്കാറുണ്ട്. കാരണം ഇവിടെ അള്ളാഹു ആ ഒരു വിധി കാണിച്ചു കൊടുത്തു, എന്താണ് ഇബ്രാഹിം ചെയ്യേണ്ടത് എന്നൊരു കാര്യം റബ്ബ് തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനത്തെ അള്ളാഹ് തന്നെ എന്ത് ചെയ്തു? മാറ്റി. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. പകരം ഞാൻ എന്ത് ചെയ്തു? ഫിദിയയായിട്ട് വേറൊരു ഉരുവിനെ നാം അവൻക്ക് നൽകി. അതും അളീമായത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു ആടായിരുന്നു. ഭൂരിഭാഗം മുഫസ്സിറുകളുടെ അഭിപ്രായ പ്രകാരം അതൊരു ആടായിരുന്നു. ചില തഫ്സീറിലൊക്കെ കാണാം അതൊരു വെളുത്ത തുടുത്ത ഒരാടായിരുന്നു. ചില തഫ്സീറിൽ കാണാം അതിൻ്റെ കഴുത്തിൻ്റെയും പുറത്തിൻ്റെയും ഇടയിലൊക്കെ ചുവന്ന വരകൾ ഉണ്ടായിരുന്നു. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ആ ആടിൻ്റെ പേര് ജരീർ എന്നായിരുന്നു. തഫ്സീർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ രസമാണ് ഓരോ സംഭവം. പക്ഷേ ഇതിനൊക്കെ തെളിവുകൾ ചില തഫ്സീറിലൊക്കെ കാണാം. ഹസനുൽ ബസരി താബിഇയാണ്, നമുക്കറിയാം. ചില തഫ്സീറുകളൊക്കെ ഹസനുൽ ബസരിന്റെ ഭയങ്കര രസമാണ് വായിച്ചു പോകാൻ. ജരീർ എന്നായിരുന്നു എൻ്റെ ഒരു ആടിൻ്റെ പേരുന്ന്. എന്നാൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു, ഭൂരിഭാഗം മുഫസ്സിറുകളുടെ അഭിപ്രായം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ഒരാടായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാണ്. ഒരു ആടായിരുന്നു എന്നാണ്. ഏതായാലും ആടായിരുന്നു എന്നുള്ളതിൽ എന്തില്ല, തർക്കമില്ല. ഭൂരിഭാഗം മുഫസ്സിറുകളും അതൊരാട്. പക്ഷേ ഇവിടെ റബ്ബ് ആടാന്ന് പറഞ്ഞില്ല. റബ്ബ് പറഞ്ഞത് ബിദിബ്ഹിൻ അളീം, ഒരു മഹത്തരമായ ഒരു എന്തായാലും അള്ളാഹ് കൊടുക്കണത് നല്ലതന്നാവുമല്ലോ, ഏറ്റവും നല്ലതന്നാവുമല്ലോ എന്നുള്ള നിരക്കാണ്. അതിൻ്റെയൊക്കെ ചരിത്രത്തിൽ വേറെയും കുറേ തഫ്സീറൊക്കെ ഞാൻ വേറെ സമയം ഉണ്ടെന്ന് അറിയില്ല. ഇതിങ്ങനെ കുറേ സംഭവം പറയണമെന്ന് ഞാൻ ചരിത്രം പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ കാട് കയറി പോയതാണ്. ഈ ആട് വന്നപ്പോൾ ഈ ആട് എന്ത് ചെയ്തു? അവിടെ ഓടി മറഞ്ഞു. അങ്ങനെ ഓടി മറഞ്ഞപ്പോൾ ഇസ്മായിൽ മകനെ എന്ത് ചെയ്തു? റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞയച്ചു. ഫതതബ്ബ ഇബ്ന, ഇസ്മായിൽ നബി അതിനെ തെരഞ്ഞു പോയി എന്നാണ്. ആടിനെ കണ്ടു, ഒളിഞ്ഞിരുന്ന ആടിനെ കണ്ടതപ്പോഴാണ് അത് ഈ അക്കബയുടെ പിന്നിൽ, നമ്മളെ അക്കബല്ല, ജംറത്തുൽ അക്കബ, കല്ലെറിയണതിൻ്റെ അവിടെ ഇസ്മായിൽ ചെന്ന് അതിനെ കല്ലെറിഞ്ഞ് പുറത്തേക്ക് ആട്ടി കൊണ്ടുവന്നു എന്നാണ്. ആ ഏറിനെ സംബന്ധിച്ച് ചില തഫ്സീറിലൊക്കെ അങ്ങനെ പറഞ്ഞു പോയത് കാണാം. അല്ലാഹു അലം. അങ്ങനെ പിന്നെ അത് അവിടുന്ന് എന്ത് ചെയ്തു? വന്ന് മാറി പിന്നെ തൊട്ടടുത്തുള്ള ജംറത്തുൽ വുസ്തയിൽ പോയി മറഞ്ഞു എന്നും അവിടെയും കല്ലെടുത്തെറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആട്ടിക്കൊണ്ടുവന്നു. കല്ലെടുത്തെറിഞ്ഞ് അതിനെ ആട്ടല്ല, നേരെ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് അവർ രണ്ടുപേരും അതിനെ അറുത്തു എന്നുള്ളതാണ് എന്ത് ചെയ്തത്? ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലാഹു അലം. ഏതായാലും ഇബ്രാഹിം നബി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുകയാണ്, ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്ന കദാലിക നജ്സിൽ, സത്യസന്ധമായിട്ട് ഒരമല് ചെയ്യുകയാണെങ്കിൽ വേറെ ആർക്കും വേണ്ടിയല്ല, ആർക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്കും വേണ്ടി ആർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? അങ്ങനല്ല. ഏതൊരു അമലാണെങ്കിലും നിയ്യത്ത് സ്വാലിഹാണെങ്കിൽ, നിയ്യത്ത് ഏറ്റവും നല്ല സത്യസന്ധമാണെങ്കിൽ, അള്ളാഹിൻ്റെ വജുഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, ഏതായാലും ഞാൻ ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഓലെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ എന്നെ വിളിക്കോ, അങ്ങനെയൊന്നുമല്ല. നേരെ മറിച്ച് ഒരാൾ അറക്കുക. ഇനി അതല്ലെങ്കിൽ ഞാനിപ്പോൾ അറക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്നുള്ള നിലക്ക് നാട്ടിലുണ്ടാകും കുറേ ആൾക്കാർ. ഞാൻ 5 പോത്ത് 10 പോത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ നിലക്ക് വിടുക, വലിയ വർത്തമാനം പറയുന്ന ആൾ. അങ്ങനൊന്നുമില്ല. അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ചറുത്തവനാണോ, അവിടെ നല്ല ഇഖ്ലാസോട് കൂടിയുള്ള ഏതൊരു അമലാണെങ്കിലും, ഏതൊരു സൽക്കർമ്മം, അറിവ് മാത്രമല്ല ഏതൊരു സൽക്കർമ്മത്തിലും അള്ളാഹുവിൻ്റെ വജുഹാണോ അവൻ മുഹ്സിനാൻ. മുഹ്സിൻ അള്ളാഹ് കൂലി എടുക്കല്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിൻ. ഈ സംഭവം പറഞ്ഞിട്ട് റബ്ബ് പറയാൻ, ഞാൻ ഇങ്ങനെയാണ് മുഹ്സിനുകൾക്ക് കൂലി കൊടുക്കുക, ജസ കൊടുക്കുക. അഥവാ പ്രയാസം വരുമ്പോൾ, ക്രൈസിസ് വരുമ്പോൾ അള്ളാഹ് എന്നെ സഹായം ചെയ്യും. മോനിറക്കാൻ വേണ്ടി നിന്നത് ഏറ്റവും വലിയ മനപ്രയാസമായിരുന്നു. ആ മനപ്രയാസത്തിൽ അള്ളാഹു ആശ്വാസം കൊടുത്തു. അള്ളാഹു ആശ്വാസം തരുമെന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം വന്നാലും, ആരൊക്കെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നമ്മുടെ പറ്റി വല്ല അപരാധങ്ങളും പറഞ്ഞ് ഈ ലോകത്ത് വലിയ വമ്പത്തരം കാണിച്ചാലും, ജീവിതത്തിൽ സത്യസന്ധതയുണ്ടോ, റബ്ബ് നമ്മളെ സംരക്ഷിക്കുമെന്നാണ്, റബ്ബ് നമ്മൾക്ക് പോംവഴി നൽകുമെന്നാണ്, അള്ളാഹു നമുക്ക് കാവലാകുമെന്നാണ് ഈ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. കാരണം ഇതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വിജയിച്ചത് എന്താണ്? സത്യസന്ധത ഉള്ളതുകൊണ്ട് ആ പരീക്ഷയിൽ ആര് ജയിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം മകൻ ഇസ്മായിൽ. ഇന്ന ഹാദാ ലഹുവൽ ബലാ. ഇതൊരു ബലാഹാണ്. എന്താ ബലാ?
ആയത്തിൻ്റെ അടുത്ത ആയത്ത് ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായ ഒരു പരീക്ഷണമാകുന്നു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷയാകുന്നു ഇത്. വഫദൈനാഹു ബിദിബ്ഹിൻ അലീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീർത്തി പിൽക്കാലക്കാരിൽ ഞാൻ എന്ത് ചെയ്തു, നിലനിർത്തി പോന്നു. ഇബ്രാഹിമിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ആളുകൾക്ക് നൽകി എന്നൊക്കെ റബ്ബ് പറഞ്ഞു. ഇബ്രാഹിം നബിനെ പുകഴ്ത്തി പറയുന്ന വർത്തമാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇബ്രാഹിം നബിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടാണ് ഒരു ഉലൂഹിയ്യത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി ലോകത്തെ റബ്ബിനു വേണ്ടി കൊടുക്കുക. നമ്മൾ അറുത്തിട്ട് അതിൻ്റെ ഇറച്ചിയോ അതിൻ്റെ മാംസമൊന്നും അല്ല എത്തൂല എന്ന് റബ്ബ് പറഞ്ഞു. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നമ്മൾ എറിയുന്ന പണത്തിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പമോ ഒന്നുമല്ല, നമ്മുടെ സൂക്ഷ്മതാബോധം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഖുർബാൻ ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ, എന്തും ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്ന, ബലി കഴിപ്പിക്കാൻ റെഡിയാണ് എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനൊക്കെ ആവതുണ്ടായിട്ടും ചെയ്യാത്തവന് എൻ്റെ മുസല്ലേക്ക് വരണ്ട, എൻ്റെ മുസല്ലയിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് വരണ്ട എന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഇതിനൊക്കെ എന്തെല്ലാം രൂപത്തിൽ, എങ്ങനെ അറക്കണം, എന്തറക്കണം, എപ്പോൾ അറക്കണം, ഏത് രൂപത്തിൽ അറക്കണം ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് ഈ ഒരു അമലിൻ്റെ മഹത്വം പരിചയപ്പെടുത്താനാ. എപ്പോഴാണ് അറക്കേണ്ടതെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ? എപ്പോഴാണ് അറക്കേണ്ടത്? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞ് അല്ലേ വന്നിട്ടാണ് അറക്കേണ്ടത്. ഒരു സ്വഹാബി നിസ്കാരത്തിന് മുന്നേ എന്ത് ചെയ്തു? ദർത്തു. നമസ്കാരത്തിന് മുന്നേ ആയിട്ട് അത് അറുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞു ചെയ്തു, നബിയെ അങ്ങനെ ഒരു വിഭാഗം അർത്ഥമല്ലെന്ന്. അതെന്താണ്? അത് സദക്കയാണെന്ന് പറഞ്ഞു. അവൻ അതിൻ്റെ ഇനി ഉലൂഹിയ്യത്ത് അറക്കണം എന്നുണ്ടെങ്കിൽ അവനോ എന്ത് ചെയ്യട്ടെ? വേറെ ഇറക്കട്ടെ. അതപ്പോൾ ഇതിൻ്റെ സമയത്തെ പറയും. അത് സമയം പോലും പരിമിതപ്പെടുത്തി, സമയം പോലും കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ആ കർമ്മം വളരെ ഗൗരവത്തിൽ നിർവഹിക്കാനാണ്, ആ സൂക്ഷ്മതയിൽ, ആ ഒരു ഓർമ്മയിൽ അത് നിർവഹിക്കാനാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തപ്പോൾ എങ്ങനെ അറക്കണം, ഏത് രൂപത്തിൽ അറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ കാണാം. ബിസ്മിയും പറഞ്ഞല്ലേ നേരത്തെ തന്നെ റസൂലുള്ളാഹി അർത്ഥ രംഗം ഞാൻ നേരത്തെ പറഞ്ഞു. യൗമൻ നഹരി സുമ്മ ഖതബ, പെരുന്നാൾ. ഇപ്പോൾ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് വന്ന് മദീനയിൽ എത്ര കൊല്ലം താമസിച്ചു? 10 വർഷക്കാലം താമസിച്ചു. ഈ 10 വർഷക്കാലവും റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? ഉലൂഹിയ്യത്ത് അറുത്തിട്ടുണ്ടെന്നാണ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലായത്. സ്വഹാബത്ത് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കാലയളവിലെ എല്ലാ പെരുന്നാൾക്കും റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? അറവ് നടത്തിയിട്ടുണ്ട്. നബി അത്ര വലിയ സമ്പന്നനായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പന്നനായിട്ടാണ്. ചില ആൾക്കാർക്ക് തോന്നില്ല വലിയ സമ്പത്തൊക്കെ ഉണ്ടായാൽ ചെയ്തല്ല, ആവതുണ്ടോ, നമുക്ക് അതിന് ശ്രമിച്ചാൽ അല്ലേ ഒരു ഷെയറെങ്കിലൊക്കെ കൂടാനും കൊടുക്കാനുള്ള വക ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല. ചില പണ്ഡിതന്മാർ പറയും കടം വാങ്ങിയിട്ട് പോലും ഒരാൾക്ക് എന്ത് ചെയ്യാം? ഉലൂഹിയ്യത്ത് അറക്കാം. ഞാൻ കടം വീട്ടണം എന്നുള്ളൂ. കടം വാങ്ങിയിട്ട്, അപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ കൂലി ആലോചിച്ചിട്ട് കടം വാങ്ങിയിട്ട് അറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച മതപഠന വിദ്യാർത്ഥികളെ ചരിത്രത്തിൽ കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ ഷെയ്ഖിനോട് ചോദിച്ചു, ഞാൻ ഒരിക്കൽ അത് സൂചിപ്പിച്ചും ചെയ്തു. ഞങ്ങൾ ഇരിക്കുന്ന ദർസിൽ ഈ ഇതിൻ്റെ ഫളിൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഉലൂഹിയ്യത്തിൻ്റെ ഫളിൽ, കൂലി, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ശ്രേഷ്ഠത ഇങ്ങനെ പറയുന്ന ഹദീസുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ കുട്ടിക്ക് ആവേശം കയറിയതാ. കുട്ടി എന്ന് പറഞ്ഞാൽ 10-30 വയസ്സുണ്ട്, പക്ഷേ വിദ്യാർത്ഥിയാണ്, താലിബാൻ. ആ കുട്ടി എണീറ്റ് എന്ന് പറയാണ്, അല്ല ഷെയ്ഖ്, ഒരാൾ കടം വാങ്ങിയിട്ട്, കാരണം ആകെ കിട്ടുന്ന സ്റ്റൈപ്പൻഡിൽ ഉലൂഹിയ്യത്ത് ഇറക്കാനുള്ള മുതലുണ്ടാവില്ല, അപ്പോൾ സ്റ്റൈപ്പൻഡ് ഒരു കൂട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? കടം വീട്ടണം. കടം വാങ്ങിയിട്ട് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഷെയ്ഖ് അബ്ദുർ റസാഖ് ബദറിനോട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് ബദർ ഒന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, മദീനത്തെ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അതെ കടം വീട്ടി ഇറക്കാം, പക്ഷെ ആ കടം എന്ത് ചെയ്യണം? വീട്ടുമെന്നുള്ള ഉറപ്പിൽ കടം വാങ്ങിയിട്ട് ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് എന്തില്ല? തടസ്സമില്ല എന്ന് പറയുമ്പോൾ അതൊരു ആവേശമാണ്. നബിയുടെ അല്ലെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ കുൽ ഇന്ന സ്വലാത്തി, നബിയെ പറ, ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വനുസുക്കി, എന്താ നുസുക്ക്? നുസുഖ് എന്ന് കേൾക്കുമ്പോൾ നുസുഖ് ആപ്പ് ഓർമ്മ വരും നമുക്കല്ലേ, ആജിമാർക്ക് ആദ്യം വല്ലാതെ. നുസുഖ് എന്ന് പറഞ്ഞാൽ ബലികർമ്മം, മൻസഖ് എന്ന് പറയും, ബലികർമ്മം. കുൽ ഇന്ന സലാത്തി, തീർച്ചയായി എൻ്റെ നിസ്കാരം, എൻ്റെ ബലികർമ്മം, പിന്നെ വമഹ്യായ, എൻ്റെ ജീവിതം, വമമാത്തി, എൻ്റെ മരണം, ആർക്കാ? ലില്ലാഹി റബ്ബില, ഞാൻ റബ്ബിന് അത് കൊടുക്കാൻ റെഡിയാണ്. നിസ്കാരം ഇപ്പം നമുക്കുണ്ട്, ഇന്ന സലാത്തി. നുസുഖുണ്ടോ? ഇല്ലെങ്കിൽ അതുണ്ടാക്കണം. ഉണ്ട് അല്ലേ? കുറേ ആൾക്കാർ നമ്മൾ ചെയ്ത്, അള്ളാഹു ചെയ്തതൊക്കെ സ്വീകരിക്കട്ടെ. എത്ര ആളുകളിൽ ഉലൂഹിയ്യത്ത് അർത്ഥവരുണ്ട് ജീവിതത്തിൽ, അഖീഖ അർത്ഥവരുണ്ട്. അതുപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോയിട്ട് ആ ഒരുവിന് വേണ്ടി പണം മുടച്ച് അതിന് അർത്ഥ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ അള്ളാഹു അതിന് നമുക്ക് ആയുഷ് നൽകട്ടെ, അതിനുള്ള ആവത് നൽകട്ടെ, അതിനുള്ള ആവേശവും അതിലേക്കുള്ള ഊർജ്ജവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് ഖുതുബയും കഴിഞ്ഞ് മിമ്പറിൽ നിന്നിറങ്ങി നബി സ്വഹാബത്തിനെയും കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ
നബി അവിടെ വെച്ച് ഉളുഹിയത്തിറക്കുന്നു. എങ്ങനെ ഉളുഹിയത്തിറത്തത്? ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിനെ വാഴ്ത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അറുത്തു. അല്ലാഹുമ്മ ഹാദാ മിൻക വലക, ഇത് നിന്നിൽ നിന്ന് കിട്ടിയത്, അത് നിനക്കുള്ളതാണ്. ഒരറക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വക ആര് തരണം? അള്ളാഹ് തന്നെ തരണം. അള്ളാഹു തന്നത് നമ്മൾ അള്ളാഹ്ക്ക് തന്നെ കൊടുക്കണം. അത് ധർമ്മാണെങ്കിലും അതല്ലേ, സക്കാത്താണെങ്കിലും അതല്ലേ. അള്ളാഹു തന്നത് അള്ളാഹ്ക്കിനെ കൊടുക്കാൻ നമുക്ക് മടി എന്തിനാ? ചില ആൾക്കാർ ഇങ്ങനെ പിടിച്ചേക്കാണ്. പക്ഷേ ബിസ്മിക്കൊരു ബർക്കത്തുണ്ട് നമ്മൾ മനസ്സിലാക്കി. ബിസ്മി ഉണ്ടോ അത് നന്ദി പ്രകടനമാണ്. ഒരു സാധനമല്ലേ, വെള്ളം കുടിച്ചാൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചാൽ അത് നന്ദി ചെയ്യലാണ്. അൽഹംദുലില്ലാ എന്ന് പറയലും നന്ദിയാണ്. ബിസ്മിക്കൊരു ബർക്കത്തില്ലേ, ആ ബിസ്മിൻ്റെ ബർക്കത്താണ് നമ്മൾ മുസ്ലിമീങ്ങളായത്. ഞാനത് അങ്ങനെ മനസ്സിലാക്കുക. കാരണം എന്താ പറയുക, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പേരിൽ ഒരു സംരക്ഷണമുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിൻ്റെ റസൂൽ ബിസ്മിൻ ചൊല്ലി അറുത്തിട്ട് ഈ ലോകത്ത് ഏതെങ്കിലും കന്നുകാലികൾക്ക് ക്ഷാമം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് യുക്തിവാദികൾ ഇങ്ങനെ പറയാൻ, ഒരു ബലി പെരുന്നാൾ വരുമ്പോൾ കൊന്നു തള്ളുന്ന ഒട്ടകങ്ങൾ, കൊള്ളു തള്ളുന്ന ഈ മൃഗങ്ങൾ കുറയണല്ലോ. പക്ഷെ എന്നിട്ട് എവിടെയും കുറഞ്ഞണോ? എവിടെയെങ്കിലും അല്ലേ? ഇത് കിട്ടാത്ത ക്ഷാമുണ്ടോ? പെറ്റ് പെരുക എന്നല്ലാതെ ഇസ്ലാം വെച്ച് ചില നിബന്ധനകൾ ഇങ്ങനെ നോക്കണം. ആടുകളെ അറുക്കുന്നിടത്തോളം അല്ലേ, ആടിനെ അറുക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞും പോകണില്ല. ബാക്കിയുള്ളതൊക്കെ ചത്തൊടുങ്ങുമ്പോൾ ഇങ്ങനെ വംശനാശം സംഭവിക്കണേ കാണാം. ഒട്ടകത്തിനും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ബക്കർ അഥവാ പശു അല്ലെങ്കിൽ പശു ഇതര ജീവജാലങ്ങൾ, മാടുകൾ, ഇനി അതല്ലെങ്കിൽ ആടുകൾ വംശനാശം സംഭവിച്ചിട്ടില്ല. അതൊരു ബർക്കത്താണ്. അത് ബർക്കത്താണ്. നമ്മൾ ഇവരെത്ര വിമർശിക്കാറിഞ്ഞാലും കാണിച്ചു കൊടുക്കുക, എന്തോരം ആളുകൾ വിശപ്പട, ഇതിന് അള്ളാഹു ഇറക്കിയത് എന്തിനാൻ? ഭക്ഷിക്കാനാണ് എന്ന് പറഞ്ഞല്ലേ. ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫി ബുതൂനിഹാ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇറങ്ങണേ, നിങ്ങൾക്ക് പാല് കുടിക്കാം, അതിൻ്റെ മാംസം തിന്നാം, അതിൽ നിന്ന് മറ്റും വല മനാഫി ഉഖറ, വേറെയും ചില ഉപകാരങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ട് എന്ന് കന്നുകാലികളെ സംബന്ധിച്ച് അള്ളാഹ് സംസാരിക്കാൻ. ഈ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും അങ്ങോട്ട് അറക്കാൻ പറ്റില്ല. അറക്കാനുള്ള കാര്യം റസൂലുള്ളാഹി പറഞ്ഞു. അള്ളാഹു പറഞ്ഞു ഏതൊക്കെ അറക്കും അല്ലേ? ഒന്ന് ഒട്ടകങ്ങൾ അറക്കുക. അതിന് നിബന്ധന പറഞ്ഞു, എല്ലാ കണ്ട എല്ലാ ഒട്ടകങ്ങളും അറക്കില്ല. 5 വയസ്സായ ഒട്ടകം അവിടെ നിന്ന് റസൂലുള്ളാഹി നിബന്ധന വെച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെരുപ്പം ഉണ്ടാവാനും കൂടിയാണ് അല്ലേ. മാത്രവുമല്ല എന്താണ്, മറ്റേ മാടാണെങ്കിൽ 2 വർഷം തികയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധന വെച്ചത് കാണാം. ഇനി ആടാണെങ്കിൽ 1 വർഷം തികയണം എന്ന് പറഞ്ഞു അല്ലേ. ഒരാടാണെങ്കിൽ ഇനി ഒരു ആട് അങ്ങനത്തെ 1 വയസ്സ് തികയാത്ത ഒരാട്, മുസിന്നായ ആട് കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് കോലാട് എന്നറിയില്ല നമ്മളെ നാട്ടിൽ, ഈ കോലാടിനൊക്കെ 1 വയസ്സ് തികയണം. ഇനി കോലാട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ചെമ്മരിയാടുണ്ടെങ്കിൽ 6 മാസമെങ്കിലും എന്ത് ചെയ്യണം? ചെമ്മരിയാടിന് തികയണം അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്കതാണ്. 6 മാസം ആവണം ലോൻ. ഇങ്ങനെ ഓരോ നിബന്ധന. എന്നിട്ട് വീണ്ടും നിബന്ധന പറയണം, എന്ത് ചെയ്യണം? ഇനി വല്ല ന്യൂനതകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അറക്കാൻ പാടില്ല അല്ലെ. അൽ ബയ്യിനു ഔറാഉഹാ വൽ ബയ്യിനു അർജാഉഹാ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇത്രയും, അതായത് ഉലൂഹിയ്യത്തിനെ സംബന്ധിച്ച് കുറേ ഹദീസുകൾ കാണാം, കുറേ ആയത്തുകളും കാണാം. ഈ ഹദീസുകൾ മുഴുവൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു പ്രവർത്തനം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുക കൂടിയാണ്. ഇപ്പം ഇതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. നിബന്ധന പറഞ്ഞിരുന്നതും നിയമങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുന്നതും ഈ ന്യൂനതകളുള്ള, മുടന്തുള്ള, കണ്ണിന് കാഴ്ചയില്ലാത്ത അല്ലെ, ചെവിക്കൊക്കെ കുറ്റങ്ങളും കുറവുകളും ഇല്ല, ചെവിയില്ലാത്ത ഇതിനൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ അറുക്കരുത് എന്ന് റസൂൽ പറഞ്ഞു. എന്നാൽ ഒരാൾ വാങ്ങണ സമയത്ത് ആക്കെ ശരിക്കും നോക്കിയിട്ട് വാങ്ങുക. ഇനി വാങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ന്യൂനത കാണുന്നതെങ്കിലോ അപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ വേറെ അറക്കണ്ട. പക്ഷേ വാങ്ങണ സമയത്ത് എന്ത് ചെയ്യണം? ഇതൊക്കെ നോക്കണം. സൗദി അറേബ്യയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ അറവിൻ്റെ, ഇപ്പോൾ ഈ ഹജ്ജിൻ്റെ സീസണിലെ അറവിൽ മദീന യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ചില വിദ്യാർത്ഥികളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഈ അറവിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. എന്തിനാണെന്നറിയോ? ഈ ന്യൂനത ഉള്ളതിനെ മുഴുവൻ നോക്കി തിരഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാൻ. എന്നിട്ട് ഓരോ ന്യൂനത ശേഖന്മാരിങ്ങനെ എണ്ണി തന്നെ, ഓരോ പല്ലും അതിൻ്റെ ഓരോ കണ്ണും മൂക്കും സംഗതി, കണ്ണാണുണ്ടോ എന്നുള്ളതിനൊക്കെ ഓരോരോ ട്രിക്കുകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. കണ്ണാണാത്തിട്ട് അപ്പം ഒഴിവാക്കും. അത്രക്കും സൂക്ഷ്മതയിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അവിടെ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ആ ഒരു പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഉലൂഹിയ്യത്തിൻ്റെ അല്ല, അത് അവിടെ ഹജ്ജിൻ്റെത്. ഇനി അതേപോലെ തന്നെ നമ്മൾ വാങ്ങണ സമയത്ത് അതിനെന്ത് ചെയ്യുക? പരിശോധിക്കുക എന്നുള്ളൊരു ബാധ്യത കൂടി റസൂൽ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരാൾ അങ്ങനെ അറക്കാൻ തീരുമാനിച്ചാൽ അയാൾ എന്ത്? റസൂൽ പിന്നെ വീണ്ടും ഒരു കാര്യം കൂടിയും പറഞ്ഞു. അങ്ങനെ ഇതെപ്പോഴാണ് തീരുമാനം? ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ദുൽഖഅദയിൽ ഞാൻ ഈ വിഷയം പറയാൻ കാരണം ദുൽഹജ്ജിൻ ആകണ അല്ലേ, ദുൽഹജ്ജ് ആകുമ്പോഴേക്കും ഒരാൾ തീരുമാനം എടുക്കുക.
ദുൽഹജ്ജായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും അറുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മൻ കാന ലഹു ദിബ്ഹുൻ യദ്ബഹുഹു ഫഇദാ ഉഹില്ല ഹിലാലു ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ അമ്പിളിമാനത്ത് തെളിഞ്ഞാൽ ഒരാളിത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ യഖുദന്ന മിൻ ശഅരിഹി, അവൻ്റെ മുടി എടുക്കരുത്, വലാ മിൻ അൾഫാരിഹി, അവൻ്റെ നഖം അവൻ നീക്കം ചെയ്യരുത്, മുറിക്കരുത്, ഷൈഅൻ ഒന്നും എടുക്കരുത്, ഹത്താ യുളഹി, അതിനെ ബലി അറുക്കുന്നത് വരെ. അതായത് നിസ്കാരം വരെ എന്നല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ മുടി മുറിക്കാന്നല്ല, നേരെ മറിച്ച് ബലി അറുക്കൽ എപ്പോഴാണോ? ഇപ്പോൾ ബലി അറുക്കാനുള്ള അവസാനം നമ്മൾ തുടക്കം പറഞ്ഞു, എപ്പോഴാണ് തുടങ്ങേണ്ടത്? നിസ്കാരം കഴിഞ്ഞു ശുറൂക്ക് കഴിഞ്ഞതിന് ശേഷം ളുഹാ സമയം മുതൽ ചെയ്യാം. ഏതുവരെ ചെയ്യാം? അയ്യാമു തശ്രീക്കിന് അല്ലേ, അയ്യാമു തശ്രീക്കിൻ്റെ അവസാനം വരെ ചെയ്യാന്നാണ്. അഥവാ 11, 12, 13 നാളല്ലേ, 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ എന്നിങ്ങനെ പറയുന്നത്. അയ്യാമു തശ്രീക്ക് എന്ന് പറഞ്ഞാൽ ഇറച്ചി ഇവർ ഉണക്കാൻ വേണ്ടി ഇടുന്ന നാളുകളായിരുന്നു തശ്രീക്ക്. കാരണം അന്ന് റെഫ്രിജറേറ്ററോ ഇതൊന്നുമില്ലല്ലോ. അന്ന് ഈ അറുത്ത മാംസങ്ങളെ ഇവർ വെയിലത്ത് ഉണക്കി വെക്കാറായിരുന്നു. അറഫയിലും മനായിലും ഒക്കെ ഇങ്ങനെ എന്ത് ഉണക്കി വെച്ച് അതിനെ സൂക്ഷിക്കലായിരുന്നു. ആ തശ്രീക്കിൻ്റെ അവസാനങ്ങളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അഫ്ളലായ സമയം ഷുറൂക്ക് കഴിഞ്ഞിട്ടാണ്. യൗമുൽ നഹറിൻ്റെ അന്ന് ഷുറൂക്ക് കഴിഞ്ഞത് മുതലാണ്. അഥവാ നമസ്കാരം ഫജ്ർ എന്താണ് ഏത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്താണ് അറുത്തത് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ ഇനി ഒരാൾ തീരുമാനിച്ചു, ഏത് ദുൽഖഅദിൽ തീരുമാനിച്ചില്ല, ദുൽഹിജ്ജ കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പൈസ വന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഏകദേശം അറവിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10 ഒരാൾ തീരുമാനിക്കുന്നത് ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിലാണ് തീരുമാനിച്ചത്, എനിക്ക് പൈസ വന്നു ഞാൻ അറക്കാമെന്ന് തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ അയാൾ എന്ത് ചെയ്താൽ മതി? ഇനി മുടി മുറിക്കാതെ നഖം പിടിച്ചു വെച്ചാൽ മതി. ഇനി ഒരാൾ അങ്ങനെ മുടി മുറിച്ചു എന്ന് വെക്കുക, നഖം മുറിഞ്ഞു, അയാൾ നഖം മുറിച്ചു എന്ന് കരുതുക, അയാൾ വേറെ എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുക്കണം, ഫിദി കൊടുക്കണോ? ഒന്നും കൊടുക്കും വേണ്ട. പക്ഷേ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുക, അയാൾ അതിൽ പശ്ചാത്തപിക്കട്ടെ. കാരണം ചിലപ്പോൾ അറിഞ്ഞ് സംഭവിച്ചതോ അറിയാതെ സംഭവിച്ചതൊക്കെ ആവാം, ചിലപ്പോൾ അതിൻ്റെ ഗൗരവം തിരിച്ചറിയാത്തത് കൊണ്ടാവും. അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുക, അള്ളാഹു ഗഫൂർ റഹീം. അയാളുടെ ബലിക്ക് അതെന്താകൂല, തടസ്സമാകൂല. അയാളുടെ ബലി ബാത്തിലായി എന്ന്, ഉളുഹിയ്യത്ത് ബാത്തിലായി എന്ന് ഒരാളും എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഇനി ഒരാൾ ചിലപ്പോൾ നമ്മളൊക്കെ ഒരു ഷെയർ കൊടും 7 അത് ഒട്ടകത്തിനും അതേപോലത്തെ ഏതിലുമാണ് ഷെയർ പറ്റുള്ളൂ? മാടിലുള്ളൂ. ആടിൻ്റെ വിഷയത്തിൽ ഒന്നിനെ തന്നെ ഇറക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരാൻ. എന്തിനാ അതിങ്ങനെ പഠിപ്പിച്ചു? വേറെ ആരും ചെയ്യാനല്ല, നമ്മൾ ചെയ്യാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പഠിപ്പിച്ചു തരുന്നത്. ഓരോ കാര്യം നമുക്ക് പറഞ്ഞു തരാൻ, എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം, എങ്ങനെ അറുക്കണം എന്ന് വരെ പറഞ്ഞു. നമ്മൾ ബിസ്മില്ല അള്ളാഹു അതും കാണാം, എങ്ങനെ അത് എല്ലാവരും കൂടി ഏറ്റുപാടല്ല. അപ്പോൾ ചിലയിടത്തൊക്കെ അറബിങ്ങനെ അള്ളാഹു പറഞ്ഞ് തക്ബീർ എല്ലണമായിരുന്നു, എല്ലാവരും ചൊല്ലും. അങ്ങനെ ചെല്ലണോ? വേണ്ട. അറക്കുന്ന ആൾ മാത്രം എന്ത് ചെയ്താൽ മതി? ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ അറക്കണം എന്നാണ്. എങ്ങനെ അറബിനെ സംബന്ധിച്ച് തന്നെ ഓരോ വാക്കെടുത്ത് ഓരോ ആയത്തിൻ്റെ സംഭവത്തിൽ നെഹർ എന്നും പറഞ്ഞു, ദബഹ എന്നും പറഞ്ഞു അല്ലേ, വൻഹർ എന്ന് പറഞ്ഞില്ലേ. വൻഹർ എന്ന് പറഞ്ഞാൽ ഈ ബലി അറുക്കുന്ന നമ്മൾ അർത്ഥം പറഞ്ഞു. എന്നാൽ ദബഹ ഹദീസിൽ കാണാം, ദിബഹത്തിലെ ഉരു അറുക്കുന്നത്, ദബഹ എന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ ദബഹ എന്ന് പറഞ്ഞാലും അർത്തു എന്നാണ്, നെഹറ എന്ന് പറഞ്ഞാലും അർത്തുവാണ്. പക്ഷെ നെഹറ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾക്ക് അറുക്കണേനാണല്ലോ നെഹറ എന്ന് അറബികൾ പ്രയോഗിച്ചിരുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ ഒട്ടകത്തിനെ ബലി അറുക്കുന്നതാണ് ചില മുഫസ്സിറുകൾ അതിനർത്ഥം പറഞ്ഞത്. എന്നാൽ ഒരാൾ ആടിനെയോ പശുവിനെയോ നെഹർ ചെയ്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഭാഷാപരമായി പണ്ഡിതന്മാർ ഉപയോഗിച്ചത് ഏതിനെയാണ്? നെഹറ ഒട്ടകത്തിനും, ദബഹ എന്നുള്ളത് മാടിനും ആടിനും ഉപയോഗിച്ചു എന്നാണ്. ദബഹ അറുത്തു എന്നുള്ള അർത്ഥത്തിൽ. മാത്രമല്ല നെഹറ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇവിടെ ഒരു കഴുത്തിലൊരു കുത്തൂല, ആദ്യം കണ്ടനാടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കുത്തിണ തൊഴനിനെയാണ് നെഹർ എന്ന് പറയാം. എന്നാൽ ഈ കൊരവള്ളി ഇങ്ങനെ അറുക്കണതിനാണ് ദബഹ എന്നും പറയുക എന്നെന്ത് ചെയ്തു. പക്ഷേ അതും റസൂലുള്ളാഹി പറഞ്ഞു ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ അല്ലേ, അതിന് വെള്ളം കൊടുക്കണം, അതിന് ആശ്വാസം കൊടുക്കണം. മാത്രമല്ല നല്ല മൂർച്ചയുള്ള അല്ലേ, ഫൽയുഹിദ്ദ ശഫ്റതഹു, ആ വാളിൻ്റെ മൂർച്ച നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. കാരണം എന്താ വെച്ചാൽ മൂർച്ച ഇല്ലാത്തതിനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരതി മുറിയാക്കി അതിനെന്ത് ചെയ്യാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും മറ്റുള്ള ഇതിൻ്റെ കൺമുന്നിൽ വെച്ച് നിങ്ങളതിനെ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് റസൂൽ പറഞ്ഞതൊക്കെ. ഇതിൻ്റെ ഓരോ രൂപങ്ങൾ മര്യാദകളെയും ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും വിശദീകരിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളത് ചെയ്യാൻ കൂടിയാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വേളയിൽ ഞാൻ നിങ്ങളും അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്ക് സൽക്കർമ്മം ചെയ്യുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു ബലിയർപ്പണമാണ്, സമർപ്പണമാണ്. അത് ഒരു എന്നല്ല, ജീവിതത്തിലെല്ലാം ഞാൻ
അള്ളാഹുവിന് ഞാൻ നൽകാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും പ്രാപ്തമാണ് എന്ന അറിയിപ്പാണ് ഓരോ ഉളുഹിയത്തും എന്നുള്ളത് നമ്മൾ ഓർക്കുക. അള്ളാഹു റബ്ബിലേക്ക് എല്ലാം കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന, റബ്ബിനെ അനുസരിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മുറുകെ പിടിക്കുന്ന ആളുകളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ നന്ദി ചെയ്യുന്നിടത്തോളം, അള്ളാഹു നൽകുന്ന ഓരോ സൗകര്യങ്ങൾക്കും, അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുന്നിടത്തോളം അള്ളാഹു അതിൽ ആധിക്യം നൽകുമെന്നുള്ളതാണ്. ഇവിടെ ഉരുവിൻ്റെ വിഷയത്തിൽ പോലും അള്ളാഹു അതിൻ്റെ ആയത്തിൽ പറഞ്ഞത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്നാണ്. നന്ദി ഉണ്ടായാൽ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്ദിയുള്ളവരായാൽ ലഇൻ ശകർത്തും ലഅസീദന്നക്കും വഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഓർമ്മകളാണ് ഓരോ പവിത്രമാക്കപ്പെട്ട മാസങ്ങളും. അള്ളാഹുവിൻ്റെ ഓർമ്മകൾ നിറയേണ്ടതാണ്, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ നിറയുന്ന ഓരോരോ സ്ഥലങ്ങളും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്ന ഏറ്റവും നല്ല ദാക്കിരീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ ആരോഗ്യത്തിലും അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും നിറക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ ആഫിയത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്ത് അള്ളാഹു ഹലാലായത് ആക്കി തരുമാറാവട്ടെ. ഹലാലായത് സമ്പാദിക്കാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാനുമുള്ള അറിവും വിവേകവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നാലും ജീവിതത്തിൽ അറിവില്ലായ്മകൾ കൊണ്ട് ചെറുതും വലുതുമായ രഹസ്യമായ പരസ്യമായ തിന്മകൾ പലതും വന്നു പോകുന്നവരാൻ അള്ളാഹു അപാരമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഏറ്റവും നല്ല ഗഫൂറാൻ, ഗഫാറാൻ, ഗാഫിറാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ മഗ്ഫിറത്ത് കിട്ടാത്തവരിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. ആ മഗ്ഫിറത്ത് നേടിയെടുക്കുന്നവരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മക്കളെ, റബ്ബേ ഞങ്ങളുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ റബ്ബേ നിന്റെ റഹ്മത്തിൽ റബ്ബേ നീ ഒരുമിച്ച് ചേർക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ തൊഴിൽ എളുപ്പമാക്കണേ, അതിൽ എല്ലാവിധ ആശ്വാസവും നൽകണേ. തൊഴിലില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ അനുയോജ്യമായ, അവർക്കൊക്കെ അവരുടെ കുടുംബത്തിനും അവരുടെ വ്യക്തി ജീവിതത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന നല്ല ഒരു തൊഴിലും ആശ്വാസവും റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ لنا يا غافر المذنبين وألحقنا بالصالحين آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله.